ഈ വണ്ണമുള്ള പെമ്പിള്ളേർ, എനിക്ക് ഈ വണ്ണമുള്ള ചക്കര ഇഷ്ടം. പല ആളുകളും പറയും വണ്ണമുള്ള പെമ്പിള്ളേരെ അങ്ങ് നല്ല രസം, പക്ഷെ എടുത്തി പൊന്തിക്കാൻ അടിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് നല്ല സുഖമായിരിക്കും. നല്ല വണ്ണമുള്ള നിങ്ങൾ ആരെങ്കിലും വണ്ണമുള്ള പെമ്പിള്ളേരെ കളിച്ചിട്ടുണ്ടോ? പൊളിയാട്ടോ. എല്ലാവരും ശ്രദ്ധിക്കും. മെലിഞ്ഞ പെണ്ണുങ്ങളെ കളിക്കണേക്കാൾ സുഖം നല്ല അടിപൊളി വണ്ണവും കുണ്ടിയും മൂലമുള്ള പെണ്ണുങ്ങളോട് കളിക്കാനാട്ടോ. സെക്സ് ചെയ്യുന്ന ഏറ്റവും അടിപൊളി. അതിലൊരു സുഖമുണ്ട്. അത് നല്ല ഇങ്ങനെ പൊന്തിയും പൊളിക്കെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. കന്ത് ചെറുതായിരിക്കും വണ്ണമുള്ളവരുടെയോ. എടാ വലിയ തൂങ്ങിക്കട ഈ റോഡിൽ തൂങ്ങിക്കട എന്താ പറയാ, ഈ റോഡിൽ മുട്ടുന്ന കന്ത് വേണം നിനക്ക്. അത് ഇത്ര വലുത് വേണോ? അല്ല, നിനക്ക് ഇങ്ങനെ ആടി തൂങ്ങി കളിക്കുന്ന കന്തിനോടാ താല്പര്യം? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. തൂങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന സാമാനത്തിന് കന്ത് വേണമെന്ന് അവന്. ചേട്ടാ, ഈ തൂങ്ങി കിടക്കണമൊന്നും കൊള്ളത്തില്ല. ഓക്കെ, അതാദ്യം ചിന്തിക്കുക. എപ്പോഴും നല്ല അടിപൊളി എടുത്ത് ഇങ്ങനെ നിൽക്കണം. നല്ല അടിപൊളി നല്ല രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. അതൊക്കെ നല്ല അല്ലാണ്ട് ഇങ്ങനെ മറ്റെന്താ പറയുക, ഇങ്ങനെ 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 കിടക്കുന്നൊന്നല്ല. അതൊക്കെ കൊള്ളത്തില്ല. ഇതൊക്കെ അഴുക്കായിരിക്കും. ഇതറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. നല്ല ടേസ്റ്റായിരിക്കും. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാ. കന്ത് ഡെറ്റോൾ ഇട്ട് കഴുകുക. ഒരിക്കലും ഡെറ്റോളോ സോപ്പ് ഇട്ട് നമ്മുടെ യോനി ഭാഗം കഴുകരുത്. ഓക്കെ, നല്ലതല്ല. ഓക്കെ, പിന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കരുത്. അവിടെ എന്താ പറയുക, നമുക്ക് കുറച്ചൊക്കെ ഇത് വേണം. മനസ്സിലായോ? ഓക്കെ, നല്ല നല്ല മറ്റേ ലിക്വിഡുകൾ കിട്ടും. നല്ല എന്താ പറയുക, നല്ല ലൂബ്രിക്കേഷനും അതൊക്കെ കിട്ടും അവിടെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ തേച്ചോളൂ. ഈ സോപ്പ്, ഈ ബാർ സോപ്പ് ഭയങ്കര സെൻസിറ്റീവായ സ്ഥലമാണ് നമ്മുടെ. നിങ്ങൾ ഡെറ്റോൾ ഇട്ട് കഴുകില്ല. ഡെറ്റോളിൻ്റെ മണമായിരിക്കും. നിങ്ങളുടെ ഭർത്താവ് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ തല വെച്ച് കിടക്കാൻ നേരത്ത് ഇങ്ങനെ വന്നിങ്ങനെ മുഖം കഴിയുമ്പോൾ ഡെറ്റോൾ നാറിയിട്ട് വയ്യ. അവന് മൂക്കിക്കൂടെ ആയിരുന്നു ഡെറ്റോളിൻ്റെ മണം. പിന്നെ അതായിരിക്കും. അങ്ങനെ ഒന്നുണ്ടാവും. ആണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലുണ്ട്, അത് കഴിക്കാം. പിന്നെ അവിടെ ഇങ്ങനെ വെച്ച് കിടന്നു ഞാനും വെളുപ്പോളം വരെ അവിടെ തലയെടുക്കൂല. അങ്ങനെ ആരെങ്കിലും കിടന്നിട്ട് എനിക്ക് കളഞ്ഞേക്കണം. നിങ്ങളുടെ അടുത്ത് അങ്ങനെ ആരെങ്കിലും കിടന്നിട്ടുണ്ടോ? നേരം വെളുപ്പോളം വരെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണേ. ആരെങ്കിലും അങ്ങനെ തല വെച്ച് കിടന്നിട്ടുണ്ടോ? അവിടെ തല വെച്ച് കിടക്കാൻ നല്ല രസമാണ്. അത് കള്ളൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഫിറ്റും പുറത്ത് ഇങ്ങനെ അവളും ഉറങ്ങും അവനും ഇവിടെ വെച്ച് കിടന്ന് ഉറങ്ങാൻ എന്ത് രസമായിരിക്കും. അതാണ് സ്നേഹം. അവിടെ തല എടുക്കാൻ പാടില്ല. ഇങ്ങനെ തല ഇങ്ങനെ വെച്ച് അവിടെ വേറെ ഒന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ അവിടെ കിടന്നുറങ്ങാം. അപ്പം അതിൻ്റെ ചൂടൊക്കെ കൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങണം. ഞാനൊരു സെറ്റിയിൽ രാവിലെ വരെ തല വെച്ച് കിടന്നിട്ടുണ്ട്. സത്യം, ഞാനൊരു സെറ്റിയിൽ രാവിലെ തല വെച്ച് കിടന്നിട്ടുണ്ടോ? താങ്ക് യു ഏട്ടാ, താങ്ക് യു. രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും പൂടത്തോര കന്ത് ഫ്രൈ. ഷെറിനെ, നീ എവിടെ പോയി? മൈനിക്കൊന്ന് ഷെയർ ചെയ്തേ. മൈനിക്ക് പാച്ചു, നമ്മുടെ മൈനമ്മൾക്കൊന്ന് ഷെയർ ചെയ്തേ. മൈനിക്ക് എൻ്റെ ആൾ അവിടെ നിന്നും മാറില്ല. സത്യം, നല്ല ചേച്ചി ആണുങ്ങൾ അവിടെ തല വെച്ച് കിടക്കണത് അനുഭവം കൊണ്ട് പറയുക. തല ഒരിക്കലും നമ്മൾ തല അവിടെ എടുക്കരുത്. തല അവിടെ അത് നല്ല അടിപൊളി സാധനം ആയിരിക്കണം കേട്ടോ. ഫ്രഷ് ആയിരിക്കണം. ഈ ബാഡ് സ്മെല്ലൊന്നും വെച്ചിട്ട് അവിടെ ഒരാളും വെക്കത്തില്ല. അവിടെ തല വെച്ച് കിടക്കുന്നത് നല്ലതാണ്. എനിക്കിഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്.